സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, വർഗവും വർഗമൂലവും എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലെ മുഴുവൻ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് എന്ന പാഠഭാഗം നമ്മൾ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പുതിയൊരു പാഠഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സ്ക്വയറും സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗവും വർഗമൂലവും. ഇതിൽ ആദ്യത്തെ വാക്കായ സ്ക്വയർ അല്ലെങ്കിൽ വർഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം പഠിക്കാം. അത് രണ്ടും പഠിക്കുന്നതോടൊപ്പം തന്നെ ആ പാഠഭാഗം അവിടെ തീരുന്നതാണ്. അപ്പൊ എന്താണ് സ്ക്വയർ അല്ലെങ്കിൽ വർഗം? ഇതാണ് നമ്മൾ ആദ്യമായി സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 എന്ന്. വേറൊരു സ്ക്വയർ ഉണ്ട് മാത്തമാറ്റിക്സിൽ രൂപങ്ങളുമായി ബന്ധപ്പെട്ട സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം അല്ലേ? ഇവിടുത്തെ സ്ക്വയർ ഉദ്ദേശിക്കുന്നത് 2 എന്നാണ്. അപ്പൊ ഒരു സംഖ്യയുടെ സ്ക്വയർ അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക? നമ്മൾ എക്സ്പോണൻസിയേഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ കൃതീകരണ സംഖ്യകളാണ് നമ്മൾ പഠിച്ചതാണ്. ഏത് പവർ അല്ലെങ്കിൽ ഏത് ഡിഗ്രി അല്ലെങ്കിൽ ഏത് ഓർഡർ കൃതി അല്ലെങ്കിൽ കൃത്യംഗം വന്നാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ 2⁻³ അല്ലെങ്കിൽ 2⁻4 അല്ലെങ്കിൽ 2⁻5 ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകളുടെ പവേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ കൃത്യംഗം അല്ലെങ്കിൽ കൃതി വന്നാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇത് നമ്മൾ വളരെ ആധികാരികമായിട്ട് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ പവർ അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ കൃതി 3 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എ നമ്പർ മൾട്ടിപ്പിൾ വിത്ത് 3 ടൈംസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സംഖ്യയെ 3 പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ 4 ആണെങ്കിലോ ആ സംഖ്യയെ 4 പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യുക എന്നർത്ഥം. എ നമ്പർ മൾട്ടിപ്പിൾ വിത്ത് 4 ടൈംസ്. ഇതൊക്കെ നമ്മൾ വളരെ വിശാലമായിട്ട് നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഈ ചാപ്റ്ററിൽ അവിടെ വരുന്ന പവർ അല്ലെങ്കിൽ അതിന്റെ കൃതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 മാത്രമേ ഉള്ളൂ. അല്ലേ? അതാണ് സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇപ്പൊ 4 സ്ക്വയർ എന്നാ പറയുന്നത് അല്ലേ? പിന്നെ എങ്ങനെ വായിക്കാം? 4⁻². 4ന്റെ കൃതി അല്ലെങ്കിൽ 4ന്റെ കൃത്യംഗം 2. അപ്പൊ ഈ ചാപ്റ്ററിൽ മൊത്തം പവർ അല്ലെങ്കിൽ കൃതി എത്ര ആയിരിക്കും മക്കളെ? 2 വരുന്നുള്ളൂ. നമ്മൾ കൃതി ഏത് വന്നാലും നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? 3 വന്നാലും 4 വന്നാലും 5 ഒക്കെ നമ്മൾ വളരെ ആധികാരികമായിട്ട് പഠിച്ചത്. തുടക്കത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. അപ്പൊ 4⁻² അല്ലെങ്കിൽ 4 സ്ക്വയർ, 4ന്റെ കൃതി 2, 4ന്റെ കൃത്യംഗം 2 എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? 4 എന്ന് പറയുന്ന സംഖ്യയെ 2 പ്രാവശ്യമാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. എ നമ്പർ മൾട്ടിപ്പിൾ വിത്ത് 2 ടൈംസ് അല്ലെങ്കിൽ എ നമ്പർ മൾട്ടിപ്പിൾ വിത്ത് ഇറ്റ്സെൽഫ്. ഒരു സംഖ്യ ആ സംഖ്യയോട് ഗുണിക്കുക. ഇതാണ്
രണ്ടു പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യുക, രണ്ടു പ്രാവശ്യം ഗുണിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് എഴുതാം? we can write as and 4 into 4 എന്ന് എഴുതാം. അപ്പോൾ അതാണ് 4ന്റെ സ്ക്വയർ. എന്നുവെച്ചാൽ 4 മൾട്ടിപ്പിൾ വിത്ത് itself. 4നെ 4 കൊണ്ട് തന്നെ ഗുണിക്കും. അതാണ് സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പാഠഭാഗത്തിൽ മൊത്തം നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ വർഗമാണ് പഠിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് പഠിക്കാം? സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം പഠിക്കാം. അപ്പൊ ഇവിടെ എല്ലാം പവർ എത്രയായിരിക്കും? 2 ആയിരിക്കും, 2 ആയിരിക്കും. അതേ ഇതിനകത്ത് പഠിക്കാം. അപ്പൊ അത് എങ്ങനെയാണെന്ന് പറയുകയാണ്. നേരത്തെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ പ്രതികരണത്തിനകത്ത് പഠിച്ചതാണ്. വളരെ എളുപ്പമായി നമുക്ക് പഠിച്ചു പോകാവുന്നേ. അത് ഇച്ചിരി പാടായിട്ട് വരുന്നത് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ 15 സ്ക്വയർ എന്ന് എഴുതുക, 15ന്റെ വർഗം അല്ലെങ്കിൽ 15 raised to 2 അല്ലെങ്കിൽ 15ന്റെ കൃതി 2. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകുന്നു. 15ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 15ന്റെ വർഗം 15 സ്ക്വയർ എന്താണ് നമുക്കറിയാം. എന്താ? 15നെ 15 കൊണ്ട് ഗുണിക്കുക അല്ലേ? അതേ നമ്പർ മൾട്ടിപ്പിൾ വിത്ത് itself. ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്നതായിരിക്കും അതിന്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്ന് പറയും. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നമുക്ക് പറയാൻ സാധിക്കും, വളരെ പെട്ടെന്ന് പറയാൻ സാധിക്കും. 15 into 2. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും അല്ലേ? ഇതാണ് സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ഡയറക്റ്റ് കയറുകയാണ്. ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ഭിന്നസംഖ്യയുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മൾ നേരത്തെ ഭിന്നസംഖ്യ പഠിച്ചു, ദശാംശ സംഖ്യ പഠിച്ചു, ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ നമ്പേഴ്സ് പഠിച്ചു, ഡെസിമൽ നമ്പേഴ്സ് പഠിച്ചു. ഇതിന്റെയൊക്കെ ഏത് പവർ വന്നാലും അല്ലെങ്കിൽ ഏത് കൃതി വന്നാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ ചാപ്റ്ററില് പവർ അല്ലെങ്കിൽ കൃതി എത്ര ആയിരിക്കും മക്കളെ? 2 ആയിരിക്കും, വേറെ ഒന്നും വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സംഖ്യയിലേക്ക് കടക്കുകയാണ്. ഞാൻ ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നസംഖ്യയിലേക്ക് കടക്കും. വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ഈ പവേഴ്സുമായി പഠിച്ചതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പൊ 1/2 the whole raised to 2 അല്ലെങ്കിൽ 2/1 കൃതി 2 അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എങ്ങനെ വായിക്കാം? 2/1 സ്ക്വയർ അല്ലെങ്കിൽ 2/1 വർഗം 1/2 സ്ക്വയർ. എന്താ 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്ത് ഗുണിക്കുക. അപ്പൊ ഈ 1/2 അല്ലെങ്കിൽ 2 പറയുന്ന സംഖ്യയെ 2 പ്രാവശ്യം ഗുണിക്കുക എന്നർത്ഥം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. 1/2 into 1/2 into 1/2. അപ്പൊ ഇത് നമുക്ക് ഗുണിക്കാനറിയാം. ഫ്രാക്ഷൻ നമ്പേഴ്സിനെ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്? ഭിന്നസംഖ്യ എങ്ങനെയാണ് ഗുണിക്കുന്നത്? ന്യൂമറേറ്റർ ഇൻടു ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻടു ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ. അംശത്തെ അംശം കൊണ്ട് ഗുണിച്ച് അംശമായി, ഛേദത്തെ ഛേദം കൊണ്ട് ഗുണിച്ച് ഛേദമായി എഴുതും. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. 1 into 1 അല്ലേ? 1 ആണ്. 2 into 2 എന്താണ്? 4. ഇത് നമ്മൾ ഇങ്ങനെ ഗുണിച്ചെഴുതാതെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതും കൂടെ സാർ പറഞ്ഞു നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാ. എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ചെയ്യാം. 1ന്റെ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഈ 2 ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിലും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദത്തിൽ കൊടുത്താൽ മതി. വർഗം അല്ലെങ്കിൽ സ്ക്വയർ പ്രത്യേകം കൊടുത്താൽ മതി. അപ്പൊ 1ന്റെ സ്ക്വയർ നമുക്കറിയാം 1 അല്ലെങ്കിൽ 1, 2ന്റെ സ്ക്വയർ നമുക്കറിയാം 4 അല്ലെങ്കിൽ 4. അപ്പൊ എത്ര ആൻസർ? 1/4. അപ്പൊ എങ്ങനെ ചെയ്താലും ആൻസർ തന്നെയാണ് 1/4. അപ്പൊ എളുപ്പമാർഗം. അപ്പൊ ഇങ്ങനെ ഗുണിച്ചതിന്റെ കാര്യമില്ല. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ്. അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും. നിങ്ങളുടെ ശ്രദ്ധിക്കണേ. എന്താണ് നോക്കി? അത് 1/2 സ്ക്വയർ. 1/2 സ്ക്വയർ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നം. ഇതിനൊരു സാധാരണ ഭിന്നത്തിലേക്ക്
അംശമായി ബൈ ഇവിടുത്തെ ഈ ഫ്രാക്ഷൻ ഈ ഭിന്നസംഖ്യയുടെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എത്രയാണ് അതേപോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്യണം അതിന്റെ സ്ക്വയർ അല്ലെങ്കിൽ അതിന്റെ വർഗ്ഗം പിടികിട്ടുന്നുണ്ടോ പഠിപ്പിച്ചിട്ടുള്ള മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റി മിക്സ്ഡ് ഭിന്നത്തെ മാറ്റി പഠിപ്പിച്ചിട്ടുള്ള 1 into 2 2 and 2 plus 1 3 and 3 as numerator and 2 as denominator ഈ മൂന്ന് അംശമായും രണ്ട് ഛേദമായും ഇനി നിങ്ങൾക്ക് അറിയാം എന്താണ് 3/2 സ്ക്വയർ 2 ൽ 3 ന്റെ വർഗ്ഗം എന്താണ് പെട്ടെന്ന് പറഞ്ഞേ എഴുതാം 3 ന്റെ വർഗ്ഗം ബൈ 2 ന്റെ വർഗ്ഗം അല്ലേ 3 ന്റെ സ്ക്വയർ ബൈ 2 3 square by 2 square എന്താ 3 square എന്ന് പറഞ്ഞാൽ 3 into 3 അല്ല 3 into 2 അല്ല 3 into 3 3 multiple with 2 times 3 എന്ന് പറയുന്ന സംഖ്യയെ രണ്ട് പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യണം 3 into 3 എത്രയാണ് മക്കളെ 9 ആണ് and 2 square that is 2 into 2 that is equal to 4 അല്ലേ 2 ന്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 2 സമം 4 ഇതാണ് ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നസംഖ്യയുടെ വർഗ്ഗം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം ഒരു പ്രയാസമില്ല നമ്മൾ നേരത്തെ ആ പവേഴ്സ് അല്ലെങ്കിൽ കൃതികളുമായി പഠിച്ചതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ ഇവിടെ ഈ ചാപ്റ്ററിൽ അതിന്റെ പിന്നെ കൃതി അല്ലെങ്കിൽ പവർ എത്ര വരുത്തുമെന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ 2 അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം എന്ന് മാത്രമേ പഠിക്കൂ ഓക്കെ മനസ്സിലായല്ലോ ഒന്ന് ശ്രദ്ധിക്കണേ അടുത്തൊരു സംഖ്യ പറയാം അപ്പോൾ ടെക്സ്റ്റിനകത്ത് ധാരാളം ഇതേപോലത്തെ പ്രവർത്തനങ്ങളുണ്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ ഓക്കെ അത് നോക്കിയേ 3 1/3 the whole square അല്ലേ അല്ലെങ്കിൽ 3/3 വർഗ്ഗം എത്രയാണ് അപ്പോൾ നമുക്ക് പറയാം ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ഒരു മിശ്ര ഭിന്നമാണ് ഇതിനെ മാറ്റി വന്നാൽ 3 into 3 9 ഇങ്ങനെ 3 കൊണ്ട് ഗുണിച്ചാൽ 9 അതിനോട് 1 കൂട്ടിയാൽ 10 അത് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശമായി ബൈ 3 ഇനി എന്ത് ചെയ്യണം അതിന്റെ സ്ക്വയർ അല്ലെങ്കിൽ അതിന്റെ വർഗ്ഗം അപ്പോൾ എങ്ങനെ എഴുതാം 10 സ്ക്വയർ is by 3 സ്ക്വയർ 10 ന്റെ വർഗ്ഗം ബൈ 3 ന്റെ വർഗ്ഗം സിമ്പിൾ ആണ് ഒന്നുമില്ല എന്താ 10 ന്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 10 × 10 100 എന്താണ് 3 ന്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ 3 × 3 9 അപ്പോൾ എന്ത് കിട്ടി 100/9 എന്ന് സിമ്പിൾ ആയി കിട്ടി മനസ്സിലായോ അപ്പോൾ ഏത് ഫ്രാക്ഷൻ നമ്പേഴ്സ് ഏത് ഭിന്നസംഖ്യയുടെയും സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് പിടികിട്ടിയല്ലോ ഇനി അടുത്ത ഞാൻ ദശാംശ സംഖ്യ അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സിലേക്ക് കടക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാ പക്ഷെ ഇവിടെ 2 അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം മാത്രമേ പഠിക്കൂ ഓക്കെ ശ്രദ്ധിക്കണേ അടുത്ത ഡെസിമൽ നമ്പേഴ്സ് പഠിക്കാം ഡെസിമൽ നമ്പേഴ്സിനെ പഠിക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ സാർ ബോർഡിൽ എഴുതി എന്താണ് 0.1 the whole square അല്ലെങ്കിൽ ദശാംശം 1 ന്റെ വർഗ്ഗം എത്രയാണ് 0.1 ന്റെ സ്ക്വയർ എത്രയാണ് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് അർത്ഥം നമുക്കറിയാം സാറേ 0.1 into 0.1 അല്ലേ 0.1 അല്ലെങ്കിൽ ദശാംശം 1 2 പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യും ഇത് വേറെ എങ്ങനെ ചെയ്യാം വേറെ എങ്ങനെ ചെയ്യുന്നത് അതായത് ഈ ഡെസിമൽ ഫോമിനെ നമുക്ക് എന്താക്കി മാറ്റാം ഭിന്നസംഖ്യാ രൂപത്തിലേക്കാക്കി മാറ്റാം അതൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റ് അങ്ങോട്ട് പോകുന്നു ശ്രദ്ധിക്കും അപ്പോൾ പറഞ്ഞേ 0.1 into 0.1 എന്താണ് ദശാംശ സംഖ്യ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാൻ അറിയാം ഡെസിമൽ നമ്പേഴ്സിനെ ഗുണിക്കാൻ അറിയാം എങ്ങനെയാ ഡെസിമൽ മാറ്റി ദശാംശം മാറ്റിയിട്ട് സാധാരണ സംഖ്യ ഗുണിക്കുന്ന പോലെ ഗുണിക്കുന്നു അല്ലേ അപ്പോൾ 0.1 ലെ ദശാംശം മാറ്റിയാൽ 1 അടുത്ത 0.1 ലെ ദശാംശം മാറ്റിയാൽ 1 into 1 എത്രയാണ് 1 അത്രയാണ് പഠിച്ചിട്ടുള്ളതാ ഇനി സ്ഥാനങ്ങളുടെ എണ്ണം 2 പക്ഷെ ഇവിടെ എത്ര സ്ഥാനമേ ഉള്ളൂ ഒരു സ്ഥാനമേ ഉള്ളൂ അപ്പോൾ എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ട് ഒരു സ്ഥാനത്തിന്റെ കുറവ് അത് പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും നമുക്കറിയാം ഒരു 0 കൊടുത്തിട്ട് എന്ത് കൊടുക്കുന്ന ഒരു പോയിന്റ് അപ്പോൾ എന്ത് കിട്ടി 0.01 എന്ന് കിട്ടി എല്ലാവർക്കും കിട്ടിയത്
ഇങ്ങനെയാണ് ദശാംശ സംഖ്യയുടെ ഭാഗം. നമ്മൾ നേരത്തെ പഠിച്ചത് ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ. അതോടുകൂടി വർഗം അല്ലെങ്കിൽ സ്ക്വയറിൽ പറയുന്ന ആ ടോപ്പിക് ഇവിടെ തീരുക. നമ്മൾ നേരത്തെ പഠിച്ചത് കൊണ്ടാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പോകും. പക്ഷെ ഇവിടെ ഈ ചാപ്റ്ററിൽ എന്താണ് വർഗം അല്ലെങ്കിൽ സ്ക്വയർ മാത്രമേ നമ്മൾ പഠിക്കണം. ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ സ്ക്വയർ റൂട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. USSന്റെ പരീക്ഷയ്ക്കൊക്കെ ആ സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതിപ്പോ നമ്മൾ സ്ക്വയർ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു. പാഠപുസ്തകത്തിൽ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കണം. ചെയ്തു നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനടുത്ത് ചോദിക്കും. Канонами моды меня не любит, ты особой погоды не делаешь критика или же лавры.